Welcome to Tasty Buds. Hi. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നല്ല അടിപൊളി ഒരു ഫിഷ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കിങ്ഫിഷ് കൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫിഷ് കറി പോലെയല്ല. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ വീട്ടിൽ ഇനിയിപ്പോൾ ഗസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല അയക്കുറക്കറി വെക്കാം. അതായത് നല്ല കിങ്ഫിഷ് കൊണ്ടുള്ളൊരു കറി വെക്കാം. അപ്പോൾ ആദ്യം അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇതെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടായിരിക്കും കിങ്ഫിഷ്. ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇനി നന്നായി നമ്മൾ കൈ വെച്ച് റബ്ബ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനത് നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 30 മിനിറ്റ് നേരം വെക്കണം. ഈ ഇതിൽ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നേരം നമ്മൾ വെക്കണം. പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സവാള, അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക്. എരിവില്ലാത്തതാണ് 6 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മീനൊക്കെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതൊക്കെ നിരത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനുള്ളതൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള, തക്കാളി, അതുപോലെ പച്ചമുളക് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മീനിൻ്റെ സ്ഥിതി എന്തായാലും നോക്കാം. മീൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ഞാനിത് മുഴുവൻ മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ഒരു 2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇത് 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2-ാം പാലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇടാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ, അതായത് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ എപ്പോഴും നല്ല ടേസ്റ്റ് നൽകുന്നതാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാനുള്ള, നേരത്തെ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, നേരത്തെ നമ്മൾ അരച്ചു വെച്ച അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. പാത്രം നല്ല ചൂടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇങ്ങനെ ഫ്ലട്ടറിങ് വന്നത്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം.
അപ്പോൾ ഞാൻ കുറച്ച് ഈ മിക്സിയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. അത് നന്നായി അവിടെ ഇരുന്നിട്ട് ഒന്ന് വറ്റി വരണം. അതായത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതങ്ങനെ ഇരുന്നിട്ട് റെഡിയായി വരുമ്പോൾ നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറട്ടെ. നന്നായി ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ആരെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കറി വറ്റിയിട്ട് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നന്നായി വറ്റണം. വെള്ളമൊക്കെ അതിലുള്ള വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതായത് നമ്മൾ അരച്ചെടുത്ത് തക്കാളിയുടെയും അതുപോലെ ആ സവാളയുടെയും ഒക്കെ വെള്ളം ഉണ്ടല്ലോ, അത് നന്നായി വറ്റി വരണം. കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി കണ്ടോ, നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു 3 ടീസ്പൂൺ മുളകും പൊടി. സാധാരണ മുളകും പൊടി തന്നെ ചേർത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ജീരകം പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ബാക്കി നമുക്കിനി മീനിട്ടതിന് ശേഷം ഉപ്പ് നോക്കാം. അപ്പോൾ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായി ഇതിൽ കിടന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വഴറ്റണം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ 10 മിനിറ്റ് നേരം അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് 10 മിനിറ്റ് നേരം വഴറ്റാൻ. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് തീ ഇടേണ്ടത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറട്ടെ ഇങ്ങനെ കിടന്നിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയുടെ സ്ഥിതി എന്തായാലും നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വറ്റി ഇതിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. കണ്ടോ, ഇതിപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ. 1-ാം പാൽ തന്നെയാണ്, ഞാൻ 2-ാം പാൽ നിർത്തിട്ടില്ല. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി നല്ല കട്ടിയായിട്ടാണ് തോന്നുന്നത്. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഗ്രേവി നല്ല കട്ടിയായിട്ടില്ലേ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ 1 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഇത് തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് മീനിട്ടതിന് ശേഷം ഉപ്പ് നോക്കാം കേട്ടോ, അതാണ് നല്ലത്. കാരണം മീനിൽ നമ്മൾ കായം തേച്ച ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തുനിന്നും ഇളക്കി കൊടുത്ത് ഒക്കെ ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതാരും മറന്നു പോകരുത്. നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കറിയിൽ, അതിനാണ് നമ്മൾ തക്കാളി ചേർത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പം നമുക്കിത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം.
മീൻ മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ചെറുതായി ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ പതുക്കെയാണ് സ്റ്റിർ ചെയ്ത് കൊടുക്കേണ്ടത്, ഇളക്കി കൊടുക്കേണ്ടത്. ഇതൊരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവണം. നമുക്കത് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. കറി കണ്ടാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിങ്ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അയക്കുറ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കിങ്ഫിഷ് കറി, അതായത് അയക്കുറ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്ത രീതിയിലുള്ള കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും, പുതിയ കുട്ടികൾക്കും അതുപോലെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.